സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് സെലക്ട് ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റ് ആണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഇവയിൽ DNA-യിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ് ഏതാണ്? താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ DNA-യിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ് ഏതാണ് എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, യുറാസിലാണ്. യുറാസിലാണ് DNA-യിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ്, യുറാസിൽ. താഴെ കൊടുത്തിരിക്കുന്നവരിൽ പെൻസിലിൽ ഉപയോഗിക്കുന്നത് എന്താണ്? ഗ്രാഫൈറ്റ് ആണ്. ഗ്രാഫൈറ്റ്. പെൻസിലിൽ ഉപയോഗിക്കുന്നത് ഗ്രാഫൈറ്റ്. ഡിഫ്തീരിയ എന്ന രോഗം ബാധിക്കുന്നത് തൊണ്ടയാണ്. ഡിഫ്തീരിയ ബാധിക്കുന്നത് തൊണ്ട. കരയുന്ന മരം എന്നറിയപ്പെടുന്ന മരം, റബ്ബർ മരമാണ്. റബ്ബർ മരമാണ് കരയുന്ന മരം എന്ന് അറിയപ്പെടുന്നത്, റബ്ബർ മരം. മരണം വരെയും കർമ്മനിരതൻ എന്നത് ചുവടെ പറയുന്നവയിൽ ഏത് അർദ്ധ സൈനിക വിഭാഗത്തിന്റെ ആപ്തവാക്യമാണ്? ആപ്തവാക്യം എന്താണ്? മരണം വരെയും കർമ്മനിരതൻ. ഏതിൻ്റെതാണ്? BSFൻ്റെതാണ്. BSFൻ്റെ ആപ്തവാക്യമാണ് മരണം വരെയും കർമ്മനിരതൻ എന്നത്, BSF. ടാൽക്കം പൗഡറിൽ അടങ്ങിയിട്ടുള്ള രാസവസ്തു. ടാൽക്കം പൗഡറിൽ അടങ്ങിയിട്ടുള്ള രാസവസ്തു മഗ്നീഷ്യം സിലിക്കേറ്റ് ആണ്. മഗ്നീഷ്യം സിലിക്കേറ്റ്. നിർവീര്യ വസ്തുവിന്റെ pH മൂല്യം. നിർവീര്യ വസ്തുവിന്റെ pH മൂല്യം 7 ആണ്. 7. ഗാന്ധിജിക്ക് രാഷ്ട്രപിതാവ് എന്ന വിശേഷണം നൽകിയത് ആര്? ഗാന്ധിജിക്ക് രാഷ്ട്രപിതാവ് എന്ന വിശേഷണം നൽകിയത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. സുഭാഷ് ചന്ദ്രബോസ്. ചരിത്ര നോവലായ മാർത്താണ്ഡവർമ്മ രചിച്ചത് ആര്? ചരിത്ര നോവലായ മാർത്താണ്ഡവർമ്മ രചിച്ചത് ആരാണ്? CV രാമൻ പിള്ളയാണ്. മാർത്താണ്ഡവർമ്മ രചിച്ചത് CV രാമൻ പിള്ള. ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? മുംബൈയിലാണ്. ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് മുംബൈ. ഇന്ത്യക്ക് പുറത്ത് ആദ്യമായി ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? ഇന്ത്യക്ക് പുറത്ത് ആദ്യമായിട്ട് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? അന്റാർട്ടിക്കയിലാണ്. അന്റാർട്ടിക്ക. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ട വർഷം. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടത് 1956 1956. ചുവടെ പറയുന്ന കായിക താരങ്ങളിൽ ആരാണ് ജംബോ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത്? ജംബോ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് അനിൽ കുംബ്ലെയാണ്. അനിൽ കുംബ്ലെ. ഇന്ത്യയിലെ ഭൂരഹിതരില്ലാത്ത ആദ്യ ജില്ല. ഇന്ത്യയിലെ ഭൂരഹിതരില്ലാത്ത ആദ്യത്തെ ജില്ല കണ്ണൂരാണ്. കണ്ണൂർ. ഇന്ത്യയുടെ സ്കൂൾ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഡെറാഡൂൺ. ഇന്ത്യയുടെ സ്കൂൾ തലസ്ഥാനം ഡെറാഡൂൺ. പായ്വഞ്ചിയിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യക്കാരൻ. പായ്വഞ്ചിയിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യക്കാരൻ അഭിലാഷ് ടോമിയാണ്. അഭിലാഷ് ടോമി. ദി ടണൽ ഓഫ് ടൈം ആരുടെ ആത്മകഥയാണ്? ദി ടണൽ ഓഫ് ടൈം എന്നത് ആരുടെ ആത്മകഥയാണ്? RK ലക്ഷ്മൺ. RK ലക്ഷ്മന്റെ ആത്മകഥയുടെ പേരാണ് ദി ടണൽ ഓഫ് ടൈം എന്നത്. ഏത് സംസ്ഥാനത്തെ കൊയ്ത്തുത്സവമാണ് വാൻഗാല ഫെസ്റ്റിവൽ എന്നറിയപ്പെടുന്നത്? വാൻഗാല ഫെസ്റ്റിവൽ എന്നറിയപ്പെടുന്നത് ഏത് സംസ്ഥാനത്തെ കൊയ്ത്തുത്സവമാണ്? മേഘാലയയാണ്. വാൻഗാല ഫെസ്റ്റിവൽ എവിടത്തെയാണ്? മേഘാലയ. ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല. ബേക്കൽ കോട്ട കാസർഗോഡാണ്. കാസർഗോഡ്.
താഴെ പറയുന്നവയിൽ ഏതാണ് റോക്ക് കോട്ടൺ എന്ന് അറിയപ്പെടുന്നത്? റോക്ക് കോട്ടൺ ആസ്ബറ്റോസ് ആണ്. ആസ്ബറ്റോസ്. റോക്ക് കോട്ടൺ ആസ്ബറ്റോസ്. ഇന്ത്യയുടെ വിസ്തീർണം മില്യൺ ചതുരശ്ര കിലോമീറ്ററിൽ. ഇന്ത്യയുടെ വിസ്തീർണം മില്യൺ ചതുരശ്ര കിലോമീറ്ററിൽ 3.28 ആണ്. 3.28. ഭൂമിയെയും അതിലെ ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്ന അന്തരീക്ഷ കവചം. ഭൂമിയെയും അതിലെ ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്ന അന്തരീക്ഷ കവചമാണ് ഓസോൺ പാളി. സ്വപ്നവാസവദത്ത, ദൂതവാക്യ എന്നിവയുടെ കർത്താവ്. സ്വപ്നവാസവദത്ത, ദൂതവാക്യ എന്നിവയുടെ കർത്താവ് ബാസൻ. പുന്നപ്ര വയലാർ സമരം നടന്നത് ഏത് വർഷം? പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. പുന്നപ്ര വയലാർ സമരം 1946. കേരള സംസ്ഥാനം രൂപം കൊണ്ടത് താഴെ പറയുന്നവയിൽ ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? കേരള സംസ്ഥാനം രൂപം കൊണ്ടത് താഴെ പറയുന്നവയിൽ ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഭാഷയുടെ അടിസ്ഥാനത്തിലാണ്. ഭാഷ. താഴെ പറയുന്ന കായിക ഇനങ്ങളിൽ ഏതുമായി ബന്ധപ്പെട്ടയാളാണ് PR ശ്രീജേഷ്? PR ശ്രീജേഷ് ഹോക്കിയാണ്. ഹോക്കി. പമ്പ നദി ഒഴുകിച്ചേരുന്നത് എവിടെയാണ്? പമ്പ നദി വേമ്പനാട്ടു കായലിലാണ്. പമ്പ നദി ഒഴുകിച്ചേരുന്നത് വേമ്പനാട്ടു കായൽ. ഇന്ത്യയിൽ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ IT ആക്ട് നിലവിൽ വന്ന വർഷം? ഇന്ത്യയിൽ സൈബർ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ IT ആക്ട് നിലവിൽ വന്നത് 2000-ലാണ്. 2000. കേരളത്തിൽ 99-ലെ വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന വെള്ളപ്പൊക്കം ഉണ്ടായ വർഷം? 99-ലെ വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന വെള്ളപ്പൊക്കം ഉണ്ടായത് ഏത് വർഷമാണ്? 1924-ലാണ്. 1924. 1904 SNDPയുടെ ആദ്യ വാർഷിക യോഗം നടന്നത് എവിടെ? 1904 SNDPയുടെ ആദ്യത്തെ വാർഷിക യോഗം നടന്നത് അരുവിപ്പുറത്താണ്. ഓപ്ഷൻ സി അരുവിപ്പുറം. പരിസ്ഥിതി സൗഹാർദ്ദപരമായ വാഹനങ്ങളുടെ നിർമ്മാണവും വിപണനവും പ്രോത്സാഹിപ്പിക്കുന്നതിന് 2015 ഏപ്രിൽ 1 കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ച പരിപാടി. പരിസ്ഥിതി സൗഹാർദ്ദപരമായ വാഹനങ്ങളുടെ നിർമ്മാണവും വിപണനവും പ്രോത്സാഹിപ്പിക്കുന്നതിന് 2015 ഏപ്രിൽ 1 കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ച പരിപാടി. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഫെയിം ഇന്ത്യ. ഓപ്ഷൻ ബി ഫെയിം ഇന്ത്യ. പൂർണ്ണമായും മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യ പുസ്തകം? പൂർണ്ണമായും മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യത്തെ പുസ്തകമാണ് സംക്ഷേപ വേദാർത്ഥം. ഓപ്ഷൻ ഡി സംക്ഷേപ വേദാർത്ഥം. പരമ്പരാഗത കൃഷി രീതികളെയും വിത്തിനങ്ങളെയും സംരക്ഷിക്കുവാനായി നവധാന്യ എന്ന പ്രസ്ഥാനം രൂപീകരിച്ച പരിസ്ഥിതി പ്രവർത്തക ആര്? പരമ്പരാഗത കൃഷിരീതികളെയും വിത്തിനങ്ങളെയും സംരക്ഷിക്കാനായി നവധാന്യ എന്ന പ്രസ്ഥാനം രൂപീകരിച്ച പരിസ്ഥിതി പ്രവർത്തക വന്ദന ശിവയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. വന്ദന ശിവ. സാരേ ജഹാം സേ അച്ച എന്ന ഗാനം രചിച്ചത് ആര്? സാരേ ജഹാം സേ അച്ച എന്ന ഗാനം രചിച്ചത് മുഹമ്മദ് ഇക്ബാൽ. ഓപ്ഷൻ ഡി മുഹമ്മദ് ഇക്ബാൽ. കണ്ടൽ ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നതിനും സംരക്ഷണം നൽകുന്നതിനും നേതൃത്വം കൊടുത്ത വ്യക്തി? കണ്ടൽ ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നതിനും സംരക്ഷണം നൽകുന്നതിനും നേതൃത്വം കൊടുത്ത വ്യക്തി കല്ലേൽ പൊക്കുടനാണ്. കല്ലേൽ പൊക്കുടൻ. ഏത് ജില്ലയിലെ തനതായ കലാരൂപമാണ് പൊറാട്ട് നാടകം? പൊറാട്ട് നാടകം എന്നത് ഏത് ജില്ലയിലെ തനതായ കലാരൂപമാണ്? പാലക്കാടാണ്. പാലക്കാട് ജില്ല. പൊറാട്ട് നാടകം പാലക്കാട് ജില്ല. ദൂരദർശന്റെ ചിഹ്നത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് എന്ത്? ദൂരദർശന്റെ ചിഹ്നത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് സത്യം ശിവം സുന്ദരം. ഓപ്ഷൻ സി സത്യം ശിവം സുന്ദരം.
ഫ്ലാഗുകളെ പറ്റിയുള്ള പഠനത്തിന് ഏത് സൂചിപ്പിക്കുന്നു? ഫ്ലാഗുകളെ പറ്റിയുള്ള പഠനം വെക്സിലോളജി. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, വെക്സിലോളജി. BCG എടുക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതിനെ പ്രതിരോധിക്കാനാണ്? BCG എടുക്കുന്നത് ട്യൂബർകുലോസിസിനെ പ്രതിരോധിക്കാനാണ്. ഓപ്ഷൻ എ ട്യൂബർകുലോസിസ്, BCG. കുരുക്ഷേത്ര, പാനിപ്പട്ട് ഇവ ഏത് സംസ്ഥാനത്താണ്? കുരുക്ഷേത്ര, പാനിപ്പട്ട് എന്നിവ ഏത് സംസ്ഥാനത്താണ്? ഹരിയാനയിലാണ്. ഹരിയാന. ഇന്ത്യയുടെ ദേശീയ ഗാനം ആദ്യമായിട്ട് ആലപിച്ച സ്ഥലവും ദിവസവും? ഇന്ത്യയുടെ ദേശീയ ഗാനം ആദ്യമായിട്ട് ആലപിച്ചത് എന്നാണ്? 1911. 1911 ഡിസംബർ 27 കൊൽക്കത്ത സമ്മേളനത്തിലാണ്. 1911 ഡിസംബർ 27 കൊൽക്കത്ത. ഇന്ത്യയുടെ ദേശീയ ഗാനം ആദ്യമായിട്ട് ആലപിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ കൊൽക്കത്തയിലാണ്. 1911 ഡിസംബർ 27 സമ്മേളനത്തിൽ. താഴെ പറയുന്ന നൃത്തരൂപങ്ങളിൽ ഏതാണ് തമിഴ്നാട്ടിൽ നിന്നും ഉത്ഭവിച്ചത്? തമിഴ്നാട്ടിൽ നിന്നും ഉത്ഭവിച്ച നൃത്തരൂപം ഭരതനാട്യമാണ്. ഓപ്ഷൻ ബി ഭരതനാട്യം. ആറ്റത്തിന്റെ കേന്ദ്രഭാഗത്തിന് പറയുന്ന പേര്? ആറ്റത്തിന്റെ കേന്ദ്രഭാഗം ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ സഞ്ചരിക്കുന്ന പാതയെ ഓർബിറ്റ് എന്ന് പറയുന്നു. ഈ ആശയം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ സഞ്ചരിക്കുന്ന പാതയെ ഓർബിറ്റ് എന്ന് പറയുന്നു. ഈ ആശയം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? നീൽസ് ബോർ ആണ്. നീൽസ് ബോർ. കബനി ഏത് നദിയുടെ പോഷക നദിയാണ്? കബനി നദി ഏത് നദിയുടെ പോഷക നദിയാണ്? കാവേരിയാണ്. കാവേരി നദിയുടെ പോഷക നദിയാണ് കബനി നദി. ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിര? ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിരയാണ് ഹിമാദ്രി. താഴെ പറയുന്ന ആണവ നിലയങ്ങളിൽ ശരിയല്ലാത്തത് ഏത്? താഴെ പറയുന്ന ആണവ നിലയങ്ങളിൽ ശരിയല്ലാത്തത് തന്നിരിക്കുന്നു. താരാപൂർ മഹാരാഷ്ട്ര, നറോറ ഉത്തർപ്രദേശ്, കൽപ്പാക്കം കർണാടകം, കൈക കർണാടകം. ഓപ്ഷൻ സി ആണ് ശരിയല്ലാത്തത്. കൽപ്പാക്കം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. താരാപൂർ ആണവ നിലയം മഹാരാഷ്ട്ര, നറോറ ഉത്തർപ്രദേശിലാണ്, കൈഗ ആണവ നിലയം കർണാടകയിലാണ്. കൽപ്പാക്കം ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്. മേദിനി പുരസ്കാരം ഏത് രംഗവുമായി ബന്ധപ്പെട്ടതാണ്? മേദിനി പുരസ്കാരം പരിസ്ഥിതിയാണ്. പരിസ്ഥിതി. ഓപ്ഷൻ ബി പരിസ്ഥിതി. പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് ഏതിലാണ്? പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് ശൂന്യതയിലാണ്. ശൂന്യതയിലാണ് പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗത ഉള്ളത്. തറയിലിരിക്കുന്ന ഒരു വസ്തുവിന്റെ സ്ഥിതികോർജം എത്രയായിരിക്കും? തറയിലിരിക്കുന്ന ഒരു വസ്തുവിന്റെ സ്ഥിതികോർജം 0 സ്ഥിതികോർജം 0. കേരള ബാംബു കോർപ്പറേഷന്റെ ആസ്ഥാനം? കേരള ബാംബു കോർപ്പറേഷന്റെ ആസ്ഥാനം അങ്കമാലി. റഷ്യയുടെ സഹകരണത്തോടെ ഇന്ത്യ വികസിപ്പിച്ചെടുത്ത സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈൽ ഏതാണ്? റഷ്യയുടെ സഹകരണത്തോടെ ഇന്ത്യ വികസിപ്പിച്ചെടുത്ത സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈൽ ബ്രഹ്മോസ്. താൽച്ചർ താപവൈദ്യുത നിലയം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? താൽച്ചർ താപവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ്. ഒഡീഷ. ഇന്ത്യൻ രൂപയുടെ ചിഹ്നം രൂപപ്പെടുത്തിയത്? ഇന്ത്യൻ രൂപയുടെ ചിഹ്നം ഉദയകുമാർ ആണ്. ഉദയകുമാർ. ദേശീയ കർഷക ദിനം ഡിസംബർ 23 ആചരിക്കുന്നു. ആരുടെ ജന്മദിനമാണ് ഇത്? ദേശീയ കർഷക ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ 23. ആരുടെ ജന്മദിനമാണ്? ചൗധരി ചരൺ സിംഗ്. ചൗധരി ചരൺ സിംഗിന്റെ ജന്മദിനമായ ഡിസംബർ 23 ദേശീയ കർഷക ദിനമായിട്ട് ആചരിക്കുന്നത്. കേരളത്തിന്റെ സ്വന്തം കലാരൂപമായ കഥകളിയുടെ ആദ്യ രൂപം ഏതായിരുന്നു? കഥകളിയുടെ ആദ്യ രൂപം രാമനാട്ടം.
ആദ്യ വനിതാ നോബൽ സമ്മാന ജേതാവ്. ആദ്യ വനിതാ നോബൽ സമ്മാന ജേതാവ് മേരി ക്യൂറിയാണ്. മേരി ക്യൂറി. കശുവണ്ടി ഗവേഷണ കേന്ദ്രമായ ആനക്കയം ഏത് ജില്ലയിലാണ്? കശുവണ്ടി ഗവേഷണ കേന്ദ്രമായ ആനക്കയം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ല. പച്ചഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? പച്ചഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ് ആണ്. പച്ചഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ്. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത് എന്ന് കമന്റ് ചെയ്യുക. ചുവന്ന ഗ്രഹം. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏത്? പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ. സമരം തന്നെ ജീവിതം ആരുടെ ആത്മകഥയാണ്? ആത്മകഥയുടെ പേര് സമരം തന്നെ ജീവിതം. ആരുടെ ആത്മകഥയാണ്? VS അച്യുതാനന്ദൻ. VS അച്യുതാനന്ദന്റെ ആത്മകഥയുടെ പേരാണ് സമരം തന്നെ ജീവിതം എന്നത്. മുട്ടത്തോട് നിർമ്മിച്ചിരിക്കുന്ന വസ്തു. മുട്ടത്തോട് കാൽഷ്യം കാർബണേറ്റ് ആണ്. കാൽഷ്യം കാർബണേറ്റ്. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്ത നഗരം ഏത്? ഇന്ത്യയിൽ ആദ്യമായിട്ട് എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്തത് ചെന്നൈയിലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? ചെന്നൈ. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് നീലഗിരിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് നീലഗിരി. ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ നടത്തിയ സൈനിക നീക്കം. ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ നടത്തിയ സൈനിക നീക്കം ഓപ്പറേഷൻ പോളോ. ഓപ്പറേഷൻ പോളോ. റീസൈക്കിൾ ചെയ്യാവുന്ന പ്ലാസ്റ്റിക്. റീസൈക്കിൾ ചെയ്യാവുന്ന പ്ലാസ്റ്റിക് ഏതാണ്? പോളിത്തീൻ. റീസൈക്കിൾ ചെയ്യാവുന്ന പ്ലാസ്റ്റിക് പോളിത്തീൻ. സ്ഥിരമായ ഊഷ്മാവിൽ ഒരു വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും വിപരീതാനുപാതത്തിലാണ്. ഈ നിയമം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സ്ഥിരമായ ഊഷ്മാവില് ഒരു വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും വിപരീതാനുപാതത്തിലാണ്. ഈ നിയമം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ബോയിൽസ് നിയമമാണ്. ബോയിൽസ് നിയമം. MS സ്വാമിനാഥൻ വികസിപ്പിച്ച ഗോതമ്പിനം ഏത്? MS സ്വാമിനാഥൻ വികസിപ്പിച്ച ഗോതമ്പിനമാണ് സർബതി സൊണോറ. സർബതി സൊണോറ എന്നത് ഗോതമ്പിനമാണ് വികസിപ്പിച്ചത് MS സ്വാമിനാഥൻ. അറേബ്യ ടെറ എന്ന ഗർത്തം എവിടെ കാണപ്പെടുന്നു? അറേബ്യ ടെറ ചൊവ്വയിലാണ്. ചൊവ്വ. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂർ. ഇന്ത്യയിൽ സൈക്കിൾ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം. സൈക്കിൾ സിറ്റി ലുധിയാനയാണ്. ഇന്ത്യയിലെ സൈക്കിൾ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ലുധിയാന. ഗാന പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ഗാന പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാൻ. ഗാന പക്ഷി സങ്കേതം രാജസ്ഥാൻ. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് KN രാജ് ആണ്. KN രാജ്. കേരളത്തിൽ ആദ്യത്തെ പേപ്പർ മിൽ സ്ഥാപിതമായത് എവിടെയാണ്? കേരളത്തിൽ ആദ്യത്തെ പേപ്പർ മിൽ സ്ഥാപിതമായത് പുനലൂരാണ്. പുനലൂർ. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത പ്രധാനമന്ത്രി. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തത് മൊറാർജി ദേശായി ആണ്. മൊറാർജി ദേശായി. ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മോഡൽ കണ്ടെത്തിയത് ആര്? ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മോഡൽ കണ്ടെത്തിയത് JJ തോംസൺ. JJ തോംസൺ. ഒരു കുതിരശക്തി എത്ര വാട്ടാണ്? ഒരു കുതിരശക്തി എന്നത് 746 വാട്ട്. ഒരു കുതിരശക്തി 746 വാട്ട്. കേരളത്തിൽ ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അമ്പലവയലാണ്. അമ്പലവയൽ. ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അമ്പലവയൽ. ജലം തിളച്ച് നീരാവിയാകുന്നത്.
ജലം തിളച്ച് നീരാവിയാകുന്നത് 373 കെൽവിനിലാണ്. 373 കെൽവിൻ. ഹൃദയത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഇരട്ട സ്ഥലം. ഹൃദയത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഇരട്ട സ്ഥലമാണ് പെരികാർഡിയം. ഹൃദയത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഇരട്ട സ്ഥലം പെരികാർഡിയം. പ്രാഥമിക വർണ്ണം അല്ലാത്തത് ഏതാണ്? മഞ്ഞയാണ്. പച്ച, നീല, ചുവപ്പ് എന്നിവ പ്രാഥമിക വർണ്ണങ്ങളാണ്. ജാതിക്കുമ്മി എന്ന കൃതി രചിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ. ജാതിക്കുമ്മി എന്ന കൃതി പണ്ഡിറ്റ് കറുപ്പൻ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പതാകയായി ത്രിവർണ പതാക അംഗീകരിച്ച ഇന്റർനാഷണൽ കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പതാകയായിട്ട് ത്രിവർണ പതാക അംഗീകരിച്ച ഇന്റർനാഷണൽ കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ഏതാണ്? ലാഹോർ സമ്മേളനത്തിലാണ്. ലാഹോർ സമ്മേളനം. മുഴുവൻ പ്രപഞ്ചവും എൻ്റെ ജന്മനാടാണ്. ആരുടെ വാക്കുകളാണിവ? മുഴുവൻ പ്രപഞ്ചവും എൻ്റെ ജന്മനാടാണ് എന്നത് ആരുടെ വാക്കുകളാണ്? കൽപ്പന ചൗളയുടെ വാക്കുകളാണ്. കൽപ്പന ചൗള. ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ ഉപഗ്രഹം. ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ ഉപഗ്രഹം എഡ്യൂസാറ്റ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് രചിച്ചത് ആര്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വി.ടി. ഭട്ടതിരിപ്പാട്. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ആര്? സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഗോപാലകൃഷ്ണ ഗോഖലെ. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷെ എല്ലായിടത്തും അവൻ ചങ്ങലകളിലാണ്. ഇത് പറഞ്ഞത് ആര്? മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷെ എല്ലായിടത്തും അവൻ ചങ്ങലകളിലാണ്. ഇത് പറഞ്ഞത് റൂസോ. ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് വിക്രം സാരാഭായ്. സമയത്തിന്റെ SI യൂണിറ്റ് സെക്കൻഡ്. സീസ്മോളജി എന്തിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ്? ഭൂചലനം. രക്തസാക്ഷി ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന്? രക്തസാക്ഷി ദിനമായിട്ട് ആചരിക്കുന്നത് ജനുവരി 30. മലയാളത്തിലെ ആദ്യത്തെ ചരിത്രാഗായികയാണ് മാർത്താണ്ഡവർമ്മ. ഓപ്ഷൻ സി മാർത്താണ്ഡവർമ്മ. ഇന്ത്യയിൽ റെയിൽവേ സംവിധാനം നടപ്പാക്കിയ ഗവർണർ ജനറൽ. റെയിൽവേ സംവിധാനം നടപ്പിലാക്കിയത് ഡൽഹൌസി പ്രഭുവാണ്. കൊട്ടാരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് കൊൽക്കത്തയാണ്. കൊൽക്കത്ത. മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം പാട്ടബാക്കി. ഓപ്ഷൻ ഡി പാട്ടബാക്കി. ഭാരതരത്നം നേടിയ ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. ഒരു ഗ്രോസിൽ എത്ര ഡസൻ അടങ്ങിയിട്ടുണ്ട്? 12 ഡസൻ. ഒരു ഗ്രോസിൽ എത്ര എണ്ണം എന്ന് ചോദിച്ചാൽ എത്രയാണ്? 144. ഹേലി നാഷണൽ പാർക്ക് ഇപ്പോൾ അറിയപ്പെടുന്നത് കോർബറ്റ് നാഷണൽ പാർക്ക് എന്നാണ്. ഓപ്ഷൻ എ കോർബറ്റ് നാഷണൽ പാർക്ക്. ഈ ഒരു മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.